സമയം രാവിലെ 6:10. ഇച്ചിരി നേരത്തെ എണീക്കണമെന്ന് വെച്ചിട്ടാണ് തലേദിവസം കിടന്നത്. പക്ഷേ അത് നടന്നില്ല. എണീറ്റ് വന്നപ്പോഴത്തേക്ക് താമസിച്ചു പോയി. ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാനായിട്ടെല്ലാം എടുത്തു വെച്ചു. പിന്നെ ഇന്നൊരു പ്രത്യേക കാര്യം എനിക്ക് ചെയ്യാനുണ്ട്. എൻ്റെ നന്ദുമോന് ഒരു ഓണക്കോടി അയക്കണമെന്ന് കരുതിയാണ് ഞാൻ നേരത്തെ എണീറ്റ് ജോലി ഒതുക്കിയിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കി പോകാനൊരുങ്ങി. അതെടുത്ത് കഴിച്ച് പെട്ടെന്ന് തയ്യാറാകുമായിരുന്നു പോകാൻ. അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഞാൻ ഈ കൊറിയറൊക്കെ കൊടുത്തു. നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ ബിനു സാറ് പിന്നെ നല്ല സഹകരണമാണ് അദ്ദേഹം വേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തന്നു. ഞാൻ സ്റ്റാഫും കൂടെ ആയിരുന്നു പോയത്, എൻ്റെ കടയിലെ സ്റ്റാഫും കൂടെ ആയിരുന്നു പോയത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ഈ കൊറിയറെല്ലാം അയച്ച് പിന്നെ അത് ഓണത്തിന് മുമ്പേ കിട്ടുമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ അതെല്ലാം അയച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആദ്യമായിട്ടായിരുന്നു ഇവിടുന്ന് ഞാൻ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് പോസ്റ്റിൽ അയക്കുന്നത്. അതെനിക്കൊരു വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു. കാരണം ഞങ്ങളുടെ ബർത്ത്ഡേയും ഓണവും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ അവൻ ഞങ്ങൾക്ക് ഓണക്കോടിയും ഒക്കെ എടുക്കാനുള്ള പൈസ എല്ലാം അയച്ചു തരും. പക്ഷേ കുഞ്ഞിനൊരു ഓണക്കോടി അയക്കണമെന്ന് വിചാരിക്കുമ്പോഴെല്ലാം അതിൻ്റെ ഫോർമാലിറ്റീസും നൂലാമാലയും ഓർത്തിട്ട് ഞാനതിന് മെനക്കെട്ടിരുന്നില്ല. പക്ഷേ അന്വേഷിച്ച് ഇതങ്ങ് ചെയ്യാമെന്ന് വെച്ച് ഞാനങ്ങ് തുടങ്ങി. അപ്പോഴാണ് അതിനകത്തൊരു കാര്യമില്ലെന്ന് മനസ്സിലായത്. കാരണം നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് അയക്കണമെന്ന് പറയുമ്പോൾ അവരെത്ര കിലോ വെയിറ്റ് ഉണ്ട് അവരുടെ മുമ്പിൽ വെച്ച് പാക്ക് ചെയ്ത് കാണിക്കണം. അങ്ങനെ പാക്ക് ചെയ്തു, അതെല്ലാം അയച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിനെന്തോ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് റെസിപ്റ്റ് എല്ലാം കിട്ടി, എല്ലാം പേപ്പറുകളെല്ലാം സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ 10-14 ദിവസം എടുക്കുമെന്ന് ബിൻ സാറ് പറഞ്ഞു. അങ്ങനെ വളരെ സന്തോഷം.